വിളിക്കണ്ടേ? വിളിക്ക്. വിളിച്ചാലോ? അല്ല, ആ വിളിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളിലാണ്. അല്ല, പക്ഷെ ഞങ്ങൾ വിളിച്ചോളാം. പക്ഷെ ഇക്കയുടെ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞാല് ആ ആഗ്രഹങ്ങൾ വെച്ചായിരിക്കും നമ്മൾ വിളിക്കുക. ആരെ വിളിക്കണമെന്നൊക്കെ പറ. ഇത്രയുള്ള ആഗ്രഹം ആര് വന്നാലും ചിരിപ്പിക്കണം. അങ്ങനെയുള്ള ടീം ആയിരിക്കണം വരുന്നത്. അത് പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ടീമുകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ടീമുകളാണെന്ന് പ്രേക്ഷകർ തന്നെ സമ്മതിച്ച ഒരു പ്രോഗ്രാം. അങ്ങനെ ചിരിപ്പിക്കുന്നതിൽപ്പെട്ട ഒരു ടീമിനെ വിളിക്കും. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം നമ്മുടെ പ്രസാദ്, കൊച്ചു പ്രതിഭ, മനു കുമാരി. ചമ്പക്കുളം തച്ചറുണ്ടം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോടിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരും തോണിയോ, ഉലകിന്റെ പുകഴായ തോണി, തച്ചനുയരൂതി ഓട്ടുന്ന തോണി, ഒരു തച്ചു പണിയാം ഒരുമിച്ചു തുഴയാം, ഹൈലേസ ഹൈലേസ ഹൈ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉടൻ തന്നെ വള്ളം നീരണിയുന്നതാണ്. എവിടെയെങ്കിലും തലത്തി വീണ എന്താ അങ്ങനെ ചോദിച്ചാൽ? നീരടിച്ചിരിക്കണം പറഞ്ഞു. വള്ളത്തിന് നീരടിച്ചതല്ല പറഞ്ഞത്, വള്ളം എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് നീരണിയുന്നതാണെന്ന്. നീരാടാൻ തമ്പുരാട്ടിയല്ലേ? ആട്ടി കിടുക്കാച്ചി കിട്ടില്ല കൗണ്ടർ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് തന്നെ സദ്യ ആരംഭിക്കുന്നതാണ്. എന്താടാ? ഒന്നുമില്ല. എന്ത് പറ്റിയത്? അതല്ല, എന്നെ ഇനി സംസാരിച്ചു. മൈക്ക് ഓഫ് ആയിരുന്നു. എടാ, ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കട്ടെ. നീ എന്തിനാ മൈക്ക് ഓഫ് ആക്കി വെച്ചത്? കുറെ കാലം കൊണ്ട് ഇങ്ങനെ കള്ളക്കഥ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ, വെറുതെ കറണ്ട് ചെലവാ നിന്ന് മുതലാളി. എടാ, നിന്റെ വായിൽ എന്നെ പഴമായിരുന്നു. വായിൽ മാത്രമല്ല, എന്റെ 2 കയ്യിലും പഴമുണ്ട്. എടാ, നിനക്കറിയാവോ ഞാൻ ഈ വള്ളം കളിക്ക് വന്നതിന്റെ കാര്യം എന്താണ്? കഴിഞ്ഞ 2 വർഷമായിട്ട് കപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ പ്രാവശ്യം ഞാൻ കപ്പ് തിരിച്ചു പിടിക്കും. പക്ഷെ കാല് നോക്കിക്കൊള്ളണം. കപ്പ് തിരിച്ചു പിടിക്കുമ്പോ എന്റെ മൂടി കാലേ വിടുന്ന് സെപ്റ്റിക്കാവല്ലേ. നിന്റെ ആശാനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ. എന്റെ ആശാന മാത്രം കുറ്റം പറയല്ലേ. എന്റെ ആശാന എന്ന് വെച്ചാൽ മംഗലക്കൽ തറവാട്ട് മുറ്റത്ത് വള്ളം പണിതവനാ. മംഗലക്കൽ തറവാട്ടില്ല പിന്നെ ആശാന ഇവിടെ വള്ളം പണിതൊന്നും വള്ളം വലുതായല്ലോ. അങ്ങനെ വീട്ടിന്റെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഈ തൂണ് മാറ്റി വീണ്ടും പണിത് വന്നപ്പം ആ കാർപോർച്ചിലെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. പിന്നെ കതവ് മാറ്റി, ജനല് മാറ്റി, വീട് മാറ്റി. ഇപ്പൊ മംഗലക്കൽ തറവാട്ടുകാർ താമസിക്കുന്ന എവിടെ അറിയാമോ? ആശാൻ പണിത് ആ വള്ളത്തില്. എന്നെ അങ്ങനെ ആക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വള്ളത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഉണ്ട് സംഭവം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വള്ളം ഇറക്കിയപ്പോഴേ എന്റെ ആശാൻ 130 തുഴക്കാരെ കൊണ്ട് വള്ളം തൊഴിച്ചു. 130 പേരാ? തുഴയെന്ന് പറഞ്ഞ വള്ളക്കാരങ്ങ് തുഴഞ്ഞു തള്ളയല്ലേ. പക്ഷെ 1 ഇഞ്ച് പോലും വള്ളം അനങ്ങിട്ടില്ല. അതെന്നാ കാര്യം? ആശാൻ വള്ളത്തിന്റെ കെട്ടയച്ച് വിട്ടാലേ വള്ളം അനങ്ങത്തുള്ളൂ. ഇപ്പൊ 11 മണിയായി. 11:30 നമ്മൾ വള്ളം ഇറക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ആശാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ആശാൻ വരുവന്നേ. ആരും പേടിക്കണ്ട, ഞാൻ എത്തി. അതെ, ഉണ്ടാക്കിയത് മതി. എത്ര നേരം വേണം കാത്തിരിക്കുന്നത്? എവിടെ ആയിരുന്നു? എന്നാ പൊന്നടാവേ, ഒന്നും പറയണ്ട. ആറന്മുള വള്ളംകളി അമരത്ത് ഞാനല്ലായിരുന്നോ? അമരത്തിൽ കയറിയിരുന്ന മറഞ്ഞു പിടിച്ച് താഴത്ത് വീഴത്തില്ലേ? അതല്ലെന്ന്. പിന്നെ അമരത്ത് ആദ്യം ഒരു പലക വച്ചിട്ട് എന്നെ അതിനകത്ത് മറ്റേ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് കെട്ടിവെച്ച് കയറ് വെട്ട് കെട്ടി വെച്ചെന്ന്. വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തപ്പോഴും പരുന്ത് പോലെ പോവാ. എനിക്ക് ആവേശം മൂത്ത് നേരെ കഴുക്കോലെടുത്ത് ഒരൊറ്റ കൂത്ത. അവിടെ നിന്ന് വള്ളത്തിന്റെ പണിക്ക് പോയി. ഞാനും കഴക്കോലും മാത്രം. ഞാനാണ് ഈ കഴക്കോലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ കണ്ണൂർ നീപ്പേ തട്ടേക്കാട് പക്ഷി സങ്കേതത്തില് അപൂർവ ഇനം നീർക്കാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് കൂട്ടിലിട്ട്. പറഞ്ഞുകൂടായിരുന്നോ? ഇനി ഞാൻ മിണ്ടിയിട്ട് വേണം സംസാരിക്കുന്ന നീർക്കാക്കാന്ന് വേണ്ട എന്നെ സാഹിത്യമാരും പിടിച്ചു കൊടുക്കാനായിട്ട്. അല്ല ആശാൻ വള്ളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പണിയല്ലോ? എല്ലാം കറക്റ്റായിട്ട് പണിയും. ഈ നാരായണൻകുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാ ഈ വള്ളം പിന്നെ തോളല്ല, പിന്നെ സെറ്റ്. ഞാനൊരു കാര്യം പറയുവാ, വാശിപ്പുറത്താണ് ഞാൻ ഈ വള്ളം പൊടിയുന്നത്. ഒറ്റ കിണ്ണവിടെ വരും. ഞാനത് തടിപ്പുറത്തുണ്ടാക്കി വെച്ചേക്കണ വെള്ളം പറഞ്ഞോട്ടോ, വാശിപ്പുറത്തായിരുന്നു. എന്താ പൊന്നു, നെഹ്റു ട്രോഫിക്ക് പോവാറുണ്ടോ? സത്യം പറഞ്ഞാൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പോകാറില്ല. എന്നാ അതിനകത്ത് പിടിക്കാം. എല്ലാ തവണ നെഹ്റു ട്രോഫിക്ക് മുമ്പ് എനിക്കൊരു കോള് വരും. ആലപ്പുഴ ജില്ലാ കളക്ടർ. പിന്നെ എന്നിട്ട് എന്നോട് ചോദിക്കും, ആശാൻ ഈ തവണ വെള്ളം ഇറക്കുന്നുണ്ടോ? ഞാൻ പറയും പിന്നല്ലാതെ. വരരുത്. എന്നാന്നോ ഈ പുള്ളി അവിടെ വള്ളം കൊണ്ട് പോയി തുഴഞ്ഞു കഴിഞ്ഞാലേ അപ്പുറം ഇപ്പുറമുള്ള വള്ളത്തിലിടിച്ച് ട്രാക്ക് മാറി വള്ളം മൊത്തം മുങ്ങി പോകൂലേ. അതുകൊണ്ട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ ചെല്ലും, വള്ളം ഇറക്കും. ഈ വള്ളം ഇറക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള കാര്യമല്ലേ? എവിടെ ചെലവ്? വള്ളം കളി കാണാൻ പറഞ്ഞ പെണ്ണുങ്ങൾ നോക്കി വെള്ളം ഇറക്കണതിന് വല്ല ചെലവുണ്ട്. ഓക്കെ, നമുക്ക് ഈ വള്ളപ്പുരയ്ക്ക് ഒരു പൂട്ട് വെക്കണം. വള്ളപ്പുരക്ക്
ഒരു പൂട്ട് വെക്കണം. അത് വേണം. കാരണം എന്താണെന്നറിയാമോ, എന്റെ വള്ളം പരിഞ്ഞ പക്ഷെ അടിച്ചോണ്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് പൂട്ട് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മള് ശബ്ദവീചികൾ കൊണ്ടുള്ള പൂട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പൊ സാർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പൂട്ട് തുറക്കണം. അതെ, എന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോ പൂട്ട് തുറക്കണം. അങ്ങനെ പൂട്ട് പണിയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ആളുണ്ട്. ഉണ്ടോ? ആള് അടുത്ത് തന്നെ ഉണ്ട്. ആരാ? ചമ്പക്കുളം നാരായണൻകുട്ടി. എന്നെ ഞാൻ പൂട്ടുപണിയുടെ ഉസ്താദല്ലേ. ചുമ്മാ എന്റെ വീട്ടിൽ ഞാൻ ഈ വക പൂട്ടല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ചെന്നേച്ച് തങ്കമ്മേ പോയി ഇങ്ങനെ വിളിച്ചാട്ടല്ലോ, തങ്കമ്മ പെരയും തുറന്ന് പുറത്തേക്ക് ചാടും. അങ്ങനത്തെ പൂട്ട്? ആ അല്ലപ്പോ ഒരു 11:30 മണി 12 മണിയാവുന്ന നേരത്ത് ഞാൻ വന്ന് തങ്കമ്മേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തുറക്കോ? തുറക്കും. കഥകല്ല, ഇടിച്ച് നിന്റെ ചങ്കിന്റെ പൂട്ടിയാ തുറക്കും. അച്ഛാനെ, ഞാൻ പറഞ്ഞു വന്ന് 11 കാലാകുന്നു. പൂജയിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് പൂജ കഴിഞ്ഞ് നമുക്ക് വള്ളം ഇറക്കേണ്ടതാണ്. അപ്പൊ നാരങ്ങ എടുക്കാം. നാരങ്ങ വേണ്ട, അപകടം ഉണ്ടാവും. നാരങ്ങ വെച്ചാലല്ലേ അപകടം ഉണ്ടാകാതിരിക്കുന്നത്. ഇതെന്നാ കാണുന്നതോ? ഇതെന്നാ പൊട്ട്? പൊട്ട് പൊട്ടല്ല. കഴിഞ്ഞ ദിവസം ഈ നാരങ്ങ വെക്കാൻ വേണ്ടി കുനിഞ്ഞതാ. വള്ളത്തിന്റെ പടിയെ കൊണ്ട് ഓരോ ഒറ്റയടി ചോര ചത്ത് കിടക്കണത് അറിയാവോ? ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ നാരങ്ങ വേണ്ട. നാരങ്ങ വേണ്ട. അപ്പൊ നമ്മൾ ഈ നാളികേരം കണ്ടോ? നാളികേരം കണ്ട്. ഈ നാളികേരം ഞാൻ എടുത്തിങ്ങനെ തിരിക്കും. തിരിച്ചു കഴിഞ്ഞ് എന്റെ മുഖം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ശുഭലക്ഷണം. അപ്പൊ ഈ തെക്കോട്ട് വന്നാലോ? ശുഭം. ആണോ? നിന്റെ കാര്യം എന്റെ കാര്യം വരാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്തോ, നന്നായിട്ട് കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ? ഭഗവാനെ സ്വതേ രക്ഷിക്കണേ. വലിച്ച് തെക്കോട്ട് നല്ല ലക്ഷണം. അയ്യോ, ഇപ്പൊ സന്തോഷമായി. അല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ടെൻഷനായി പോകും. പിന്നെ ഇനി എന്തെങ്കിലും ചടങ്ങുണ്ടോ? ഇനി പങ്കായ എടുക്കുന്നുണ്ട്. പങ്കായ എടുക്കുന്നുണ്ട്. പങ്കായ എടുത്തു. എന്താ? അല്ല, അങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അതല്ല, ഈ ഓരോ വള്ളപ്പണിയിൽ ഈ പങ്കായ ആശാൻ കയ്യിലെടുത്ത് കൊടുക്കുമ്പോഴേ 5 പവൻ 3 പവൻ മാലയൊക്കെയാണ് ആശാന് സമ്മാനം കൊടുക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇപ്പൊ കയറി വന്നിട്ടാണോ 5 പവൻ വേണം 3 പവൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിപ്പോ സംഭവം 5 കൂടുതലുണ്ട്. ഉള്ളത് മതി. ചടങ്ങ് നടക്കട്ടെ. ഇനി ആശാന പങ്കായ എടുത്ത് കൊടുക്കും. എന്റെ ദൈവമേ, വള്ളക്കളി രക്ഷിക്കണമേ. അത് പൊക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ പിടിക്കാം. അയ്യോ, നീ എങ്ങനെ തിരിച്ചെന്നേ? പരിപാടിയത്? അല്ല, ഈ പങ്കായം തരാൻ നേരത്താണല്ലോ ഇത് അങ്ങോട്ട് തരേണ്ടത്. പങ്കായം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കാം. അതങ്ങനെയാണ്. അങ്ങനെ കളിയാക്കല്ലേ. ഞാനേ ഏകലവ്യന്റെ പരമ്പരപ്പെട്ട ആളാ. ഉമ്മ തള്ളും കൊണ്ട് സത്യം. എന്നെ ആരും ഇതുവരെ പണി പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്റെ ആശാൻ പോലും എന്നെ വീട്ടിൽ കയറ്റാൻ അറിയാമോ? നിന്നെ കണ്ടറിയാം വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവനാണ്. അതല്ലെന്ന്, ഈ ആശാൻ ചെയ്യണ പണിയെല്ലാം ഞാൻ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കി കാണും. അങ്ങനെ നോക്കിയാൽ 3 കേസായി ഇപ്പൊ കോടതി നടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കാതാ. എന്തായാലും ഈ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ വള്ളത്തിന് പേരിടണം. എങ്ങനത്തെ ടൈപ്പ് ഓഫ് പേര് വേണം പറ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓടിവെള്ളമാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് വേണം. ഓടിവെള്ളത്തിനിടാൻ പറ്റിയ ഒറ്റ പേരുള്ളൂ, PT ഉഷ. നല്ല ഓട്ടക്കാരിയല്ലേ? വള്ളത്തിന് PT ഉഷ എന്നാണ് പേരിടുന്നത്. അതല്ലെന്ന്. അതായത് ഈ വള്ളം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും ഞെട്ടണം. അന്നാ ഒരു കിടക്കാച്ചി പേരുണ്ട്, ജലബോംബ്. അതൊന്നും വേണ്ട. എന്റെ പേരം കിട്ടാച്ചാ മതി, മൈക്കിൾ വള്ളം. അതിനേക്കാളും മൈക്കിൾ ജാക്സൺ എന്നിടാ. അത് വേണം. തുഴഞ്ഞു പോകുന്നിടത്ത് 3 വാക്കടിച്ച് പുറകോട്ട് പോകാൻ. പിന്നെ ഏതെങ്കിലും ഒരു പേര് ഞാൻ പറ. ഒരു കാര്യം ചെയ്യാം, എന്റെ അച്ഛന്റെ അമ്മയുടെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് പേരിടാം. അത് മതി. അതല്ലാണല്ലോ. അച്ഛന്റെ പേരെന്തുവാണ്? അച്ഛന്റെ പേര് പങ്കൻ. അപ്പൊ ആദ്യത്തെ അക്ഷരം പ. അമ്മയുടെ പേരെന്താണ്? സുബ. അപ്പൊ അച്ഛന്റെ പേര് പ, അമ്മയുടെ പേര് ശ്വ. പശു, ചുണ്ടൻ പശു. വള്ളത്തിലിടാൻ പറ്റിയ പേര് ചുണ്ടൻ പശു അല്ല, ചുണ്ടിപ്പശു. ചുണ്ടിപ്പശു. അപ്പൊ എന്തായാലും സമയം പോയി. മുഹൂർത്തായില്ലേ? മുഹൂർത്തമായി. നമുക്ക് ആർപ്പോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു വള്ളം പൊടി കഴിപ്പിച്ചു. ദാണ്ടേ കാറ്റ് കുടിച്ചങ്ങ് പോടാ പോക്ക് കണ്ടോ? അടിപൊളി, സൂപ്പർ. എന്നാ ഞാനും ആദ്യമായിട്ട് പെടുന്ന വെള്ളമാണ് അത് വെള്ളത്തിൽ. കള്ളത്തരം മാത്രം പറയരുത്. കള്ളക്കരച്ചിൽ കൊള്ളാം കേട്ടോ, കൊള്ളാം. നല്ല പോക്കാ പോണം. പോക്കണ്ട. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അയ്യോ
ഒരു അബദ്ധം പറ്റി. എന്തോ അബദ്ധം? എടാ തുഴയെടുത്ത് കൊടുത്തില്ലടാ, മറന്നുപോയി. പറയുന്നവർക്ക് തുഴ കൊടുത്തില്ലേ? ഇല്ല. അയ്യോ പിന്നെ കാറ്റടിച്ചാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവമേ, അയ്യോ. അയ്യോ ഇപ്പൊ എന്തോന്ന് ചെയ്യും? എന്തോ ചെയ്യും? ഇതിപ്പോ ഏത് കരയിൽ പോയി അടുക്കുന്നു ദൈവത്തിന് ഇത് അറിയാം. ഒരു കരയിലും പോയി അടുക്കൂല. ഇത് ഏതെങ്കിലും കടലിൽ പോയി അടുക്കും. അറിഞ്ഞിട്ടില്ല. അയ്യോ ഇതിപ്പോ എന്തോ ചെയ്യൂന്ന് അറിഞ്ഞൂടാ. മുതലാളി പേടിക്കണ്ട. മുതലാളിക്ക് എന്തുകൊണ്ടും ലാഭമാണ്. അതെന്നാ? കഴിഞ്ഞ 2 വെള്ളം ഇറക്കിയപ്പോ അത് വെള്ളത്തിൽ മുങ്ങിയ ഇപ്രാവശ്യം തുഴയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ ആർപ്പോ. ഓടാ ഓടാ